എല്ലാവർക്കും സ്വാഗതം യൂണിക്കോൺ എജു സീരീസിലേക്ക്. സോ നമ്മൾ സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സിലെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ 20 ക്വസ്റ്റ്യൻസ് ഓരോ സബ്ജക്റ്റ് സിലബസിലുള്ള ഓരോ പോർഷനിൽ നിന്നും നമ്മൾ 20 ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്നുണ്ട്. സോ അതിൽ ഓൾറെഡി നമ്മൾ കുറച്ച് പോർഷൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് കാണാവുന്നതാണ് നമ്മുടെ ചാനലിൽ. അതേപോലെ നേരത്തെ കൊടുത്തിരിക്കുന്ന സയൻറ്റിഫിക് ഓഫീസറിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോളിഡ് സ്റ്റേറ്റിലുള്ള 20 ക്വസ്റ്റ്യൻ, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിലെ 20 ക്വസ്റ്റ്യൻസ് സെറ്റ് 1 സെറ്റ് 2 ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സോ നമ്മൾ ഡയറക്റ്റായിട്ട് തന്നെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. സോ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിലെ സെറ്റ് 1ലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഓഫ് സോഡിയം ക്ലോറൈഡ് NaCl ഈസ്. സോഡിയം ക്ലോറൈഡ് എന്നുള്ളത് ക്രിസ്റ്റൽ സ്ട്രക്ചർ പഠിക്കുന്നത് നമ്മൾ എക്സാമ്പിളായിട്ട് തന്നെയാണ് പഠിക്കുന്നത്. സോ അതിൻ്റെ ഏത് ക്രിസ്റ്റൽ സ്ട്രക്ചറാണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ കോർഡിനേഷൻ നമ്പർ ഓഫ് ആൻ ആറ്റം ഇൻ ആൻ ഹെക്സഗണൽ ക്ലോസ് പാക്ഡ് HCP സ്ട്രക്ചർ ഈസ്. HCP സ്ട്രക്ചറിലുള്ള കോർഡിനേഷൻ നമ്പർ. ഡിഫറെൻറ്റ് ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സും അല്ലെങ്കിൽ അതിൻ്റെ കോർഡിനേഷൻ നമ്പേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ സ്ട്രക്ചർ എഴുതി തന്നെ അതിൻ്റെ കോർഡിനേഷൻ നമ്പർ പഠിക്കുക. സോ കമ്മിങ് ടു ദ ആൻസർ, ക്രിസ്റ്റൽ സ്ട്രക്ചർ ഓഫ് സോഡിയം ക്ലോറൈഡ് ഈസ് FCCയുടെ എക്സാമ്പിളായിട്ടാണ് നമ്മൾ സോഡിയം ക്ലോറൈഡ് പഠിക്കുന്നത്. അതേപോലെ കോർഡിനേഷൻ നമ്പർ ഓഫ് HCP എന്ന് പറയുന്നത് 12 ആണ്. നെയ്ബറിങ് ആറ്റംസ് അല്ലെങ്കിൽ അതിൻ്റെ ആറ്റംസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് HCPയിൽ 12 ആണ്. കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്, വിച്ച് ടൈപ്പ് ഓഫ് ബോണ്ടിങ് ഡോമിനേറ്റ്സ് ഇൻ അയോണിക് സോളിഡ് ലൈക്ക് MgO. MgOയിലുള്ള ബോണ്ടിങ് ഏതാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്? ഡോമിനേറ്റ്സ് ഇൻ അയോണിക് സോളിഡ്സ് ലൈക്ക് MgO. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ ഇലക്ട്രോണിക് ബാൻഡ് ഗ്യാപ്പ് ഇൻ ഇൻസുലേറ്റേഴ്സ് ഈസ് ടിപ്പിക്കലി. നമ്മൾ മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുന്ന കണ്ടക്ടിവിറ്റി പ്രോപ്പർട്ടിയുടെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് വരുന്ന ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ, അതിൽ കൊടുത്തിരിക്കുന്ന എനർജി ഗ്യാപ്പ് വാല്യൂസൊക്കെ നോട്ട് ചെയ്യുക. അതേപോലെ എക്സാമ്പിൾസും. കമ്മിങ് ടു ദ ആൻസർ, the bonding that dominates in ionic solids like MgO is ionic bonding. So insulator band gap of the insulator is typically greater than 3 electron volt. ഇതൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെങ്കിൽ സയൻറ്റിഫിക് ഓഫീസർ ഫിസിക്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടി എളുപ്പമാവാനാണ് സാധ്യത ഉണ്ടാവുക. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം എന്ന് പറയുന്നത് കുറച്ചൊക്കെ ഈസി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും ബാക്കിയുള്ള കുറച്ചെണ്ണം കുറച്ച് ടഫായിട്ടുള്ള രീതിയിൽ തന്നെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ ഇത്തവണ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കുറച്ചൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ബേസിക് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ബാക്കിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അഡ്വാൻസ്ഡ് ലെവലിനെ സൂചിപ്പിക്കുന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ അറ്റ്ലീസ്റ്റ് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും. Coming to the next question, in metals electrical conductivity decreases with the increasing temperature due to. നമ്മൾ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി പ്രോപ്പർട്ടി പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നതാണ് ഈ ക്വസ്റ്റ്യൻ്റെ മീൻസ് ഈ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ സെമി കണ്ടക്ടർ ദ ഫെർമി ലെവൽ ലൈസ്. ഫെർമി ലെവലിൻ്റെ പൊസിഷൻ അത് ഇമ്പോർട്ടൻ്റ് ആണ് സെമി കണ്ടക്ടറിൽ. അത് ഓരോ സെമി കണ്ടക്ടറിലും ഇമ്പോർട്ടൻ്റ് ആണ്. N ടൈപ്പ് ആയാലും P ടൈപ്പ് ആയാലും അതും കൂടി നോക്കി വെക്കുക. So fifth question answer, in metals electrical conductivity decreases with the increasing temperature due to the increase in electron scattering എന്നാണ് വരിക. അതേപോലെ സെമി കണ്ടക്ടറിൻ്റെ ഫെർമി ലെവൽ ഈസ് ക്ലോസ് ടു ദ മിഡിൽ ഓഫ് ദി ബാൻഡ് ഗ്യാപ്പ് എന്നാണ്. മിഡിലാണ് അതിൻ്റെ ബാൻഡ് ഗ്യാപ്പ് ഉണ്ടാവുക. ഫെർമി ലെവലിൻ്റെ പൊസിഷൻ ഉണ്ടാവുക. കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൂപ്പർ കണ്ടക്ടിവിറ്റി ഈസ് ഡിസ്ട്രോയിഡ് എബവ്. ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻസ് ശരിക്കും വായിച്ചു നോക്കുക. അതേപോലെ 8th ക്വസ്റ്റ്യൻ, ദ ബ്രിലോയിൻ സോൺ ആർ അസോസിയേറ്റഡ് വിത്ത്. ബ്രിലോയിൻ സോൺ ഏതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടാണുള്ളത്? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കുക. കമ്മിങ് ടു ദ ആൻസർ, ദ സൂപ്പർ കണ്ടക്ടിവിറ്റി ഈസ് ഡിസ്ട്രോയിഡ് എബവ് ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതേപോലെ തന്നെ ബ്രിലോയിൻ സോൺ ആർ അസോസിയേറ്റഡ് വിത്ത് റെസിപ്രോക്കൽ ലാറ്റിസ്. റെസിപ്രോക്കൽ ലാറ്റിസിലാണ് നമ്മൾ ബ്രിലോയിൻ സോണിനെ കുറിച്ച് പഠിക്കുന്നത്. Coming to the last two questions of set 1 of solid state physics. Question 9,
ദ എഫക്റ്റീവ് മാസ് ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ എ സോളിഡ്. എഫക്റ്റീവ് മാസ് എന്ന് പറയുന്നത് ഏതിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതേപോലെ 10th ക്വസ്റ്റ്യൻ, ദ ഹോൾ എഫക്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ. ഹോൾ എഫക്റ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻസിൽ തന്നെ കുറേ എണ്ണം നമുക്ക് റിമൂവ് ചെയ്ത് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. So coming to the answer, the effective mass of an electron in a solid depends on the curvature of the energy band. Energy band curvature-നെയാണ് നമ്മൾ എഫക്റ്റീവ് മാസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇതൊക്കെ പി ജി ലെവലിൽ വരുന്ന കിറ്റലിൽ വരുന്ന ഓരോ പോർഷൻ ഫെർമി ഗ്യാസ് എന്ന് പറഞ്ഞ ഇലക്ട്രോണിൻ്റെ ഫെർമി ഗ്യാസ് മോഡലിലൊക്കെ വരുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്, കിറ്റലിലുള്ള പോർഷൻസ് തന്നെയാണ്. So coming to the next question, the Hall effect is used to determine the type of charge carriers. ഏത് ടൈപ്പ് ചാർജ് കാരിയേഴ്സ് ആണുള്ളതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് ആണ് ഹോൾ എഫക്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഇലക്ട്രോൺ ആണോ ഹോൾ ആണോ ചാർജ് കാരിയേഴ്സ് എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അതായത് പി ടൈപ്പ് ആണോ എൻ ടൈപ്പ് ആണോ സെമി കണ്ടക്ടറിന് നമുക്ക് ഹോൾ മെഷർമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അങ്ങനെ നമ്മൾ സെറ്റ് 1 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ പോസ് ചെയ്യുക. നിങ്ങൾ എത്രമാത്രം ആൻസർ സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നോക്കുക. ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തുക. ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട് ചെയ്യുക. എന്നിട്ട് സെറ്റ് 2 അറ്റൻഡ് ചെയ്യുക. സോ കമ്മിങ് ടു ദ നെക്സ്റ്റ് സെറ്റ് ക്വസ്റ്റ്യൻ, ദ മില്ലർ ഇൻഡിസസ് ഓഫ് എ പ്ലെയിൻ ദാറ്റ് ഇൻ്റർസെക്ട്സ് ദ എക്സ് ആക്സിസ് അറ്റ് 1, വൈ ആക്സിസ് അറ്റ് ഇൻഫിനിറ്റി ആൻഡ് സെഡ് ആക്സിസ് അറ്റ് ഇൻഫിനിറ്റി ആർ. 1 ഇൻഫിനിറ്റി എന്നാണ് മില്ലർ ഇൻഡിസസ് എങ്കിൽ അത് ഏതിനെയായിരിക്കും മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ 2, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ 2-dimensional ക്രിസ്റ്റൽ സ്ട്രക്ചർ. ഇതേപോലെ സോളിഡ് സ്റ്റേറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കുറേ എക്സാമ്പിൾസ് നമ്മൾ ഈ ഒരു പോർഷനിൽ, ഈ ഒരു സിലബസിൽ, അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് സബ്ജക്റ്റിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സോ കമ്മിങ് ടു ദ ആൻസർ, മില്ലർ ഇൻഡിസസ് കറസ്പോണ്ട് ടു 1 ഇൻഫിനിറ്റി ഈസ് 100. 100 പ്ലെയിൻ ആണ് നമ്മൾ 1 ഇൻഫിനിറ്റി എന്നുള്ള മില്ലർ ഇൻഡിസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ 2D ക്രിസ്റ്റൽ സ്ട്രക്ചറിന് മീൻസ് എക്സാമ്പിളായിട്ട് വരുന്നത് ഗ്രാഫീനാണ്. ഓക്കെ, ഗ്രാഫീൻ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. സോ ഗ്രാഫീൻ ഇപ്പം റീസെൻ്റായിട്ട് റിസർച്ചൊക്കെ നടക്കുന്ന 2-dimensional മെറ്റീരിയലിനെയാണ് ഗ്രാഫീൻ. അതേപോലെ MOS2 പോലത്തെ 2-dimensional മെറ്റീരിയൽസും ഉണ്ട്, WS2 പോലത്തെ. ഓക്കെ, സോ നെക്സ്റ്റ് ഇതേപോലെയുള്ള എക്സാമ്പിൾസ് പുതിയ നാനോ മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസൊക്കെ നോക്കി വെക്കുക. സോ കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോർഡിനേഷൻ നമ്പർ ഓഫ് BCC ലാറ്റിസീസ്. ഞാൻ പറഞ്ഞു കോർഡിനേഷൻ നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിസ്റ്റൽ സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് ആ സെക്ഷനിൽ നിന്ന് നമുക്കൊരു കോർഡിനേഷൻ നമ്പർ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. കോർഡിനേഷൻ നമ്പർ ഓഫ് BCC, ബോഡി സെൻറ്റേർഡ് ക്യൂബിക്, എത്രയാണ്? ദ എനർജി ഓഫ് എ ഫോനോൺ ഈസ് ഗിവൺ ബൈ. എനർജി ഓഫ് എ ഫോനോൺ ഈസ് ഗിവൺ ബൈ എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ കമ്മിങ് ടു ദ ആൻസർ, BCC ആണെങ്കിൽ കോർഡിനേഷൻ നമ്പർ 8 ആണ്. BCC ആണെങ്കിൽ കോർഡിനേഷൻ നമ്പർ 8 ആണ്. അതേപോലെ എനർജി ഓഫ് ഫോനോൺ എന്ന് പറയുന്നത് ഈക്വൽ ടു hν ആണ്. hν ആണ് എനർജിയുടെ വാല്യൂ വരിക. സോ കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഇൻ എ സെമി കണ്ടക്ടർ. ഫോർബിഡൻ എനർജി ഗ്യാപ്പിൻ്റെ സെമി കണ്ടക്ടറിനെ കുറിച്ച് എന്താണ് നമുക്കറിയാവുന്ന പോയിന്റ് എന്ന് പറയുന്നത് നോക്കുക. ഓപ്ഷൻസ് വായിച്ചു നോക്കുക. 6th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽസ് എക്സിബിറ്റ്സ് ഫെറോമാഗ്നറ്റിസം. അതേപോലെ സോളിഡ് സ്റ്റേറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് മാഗ്നറ്റിസം എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാഗ്നറ്റിസവും അതിൻ്റെ എക്സാമ്പിൾസും നോക്കി വെക്കുക. ഫെറോമാഗ്നറ്റിസം എക്സിബിറ്റ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെ അല്ല എന്നുള്ളതെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം. സോ കമ്മിങ് ടു ദ ആൻസർ, the forbidden energy gap in a semiconductor decreases with increase in temperature. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഡിക്രീസ് ചെയ്യുക. അതേപോലെ ഫെറോമാഗ്നറ്റിസം എക്സിബിറ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ അയേൺ ആണ് എക്സാമ്പിളായിട്ട് നമ്മൾ പഠിക്കുന്നത്. സോ കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് ഡോപ്പിംഗ് ഇൻ സെമി കണ്ടക്ടർ ഈസ് യൂസ്ഡ് ടു. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സെമി കണ്ടക്ടർ ഡോപ്പ് ചെയ്യുന്നത്? ഓക്കെ, ആൻസർ നോക്കുക, ഓപ്ഷൻസ് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മെറ്റീരിയൽ വിത്ത് 0 ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ബിലോ എ സർട്ടൻ ടെമ്പറേച്ചർ ഈസ് കോൾഡ്. 0 ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഉള്ളത് ഏത് ടെമ്പറേച്ചർ മെറ്റീരിയലാണ്? ഏത് മെറ്റീരിയലിനാണ് നമ്മൾ അങ്ങനെയുള്ള മെറ്റീരിയലിനെ പറയുക? 0 ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ബിലോ സർട്ടൻ ടെമ്പറേച്ചർ
ഒരു മെറ്റീരിയൽ കാണിക്കുന്നുണ്ട്. ആ മെറ്റീരിയലിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സോ കമ്മിങ് ടു ദ ആൻസർ, ദ പ്രോസസ് ഓഫ് ഡോപ്പിംഗ് എന്ന് പറയുന്നത് കൺട്രോൾ ദി ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോപ്പ് ചെയ്യുന്നത്. അതേപോലെ സീറോ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ബിലോ സർട്ടൻ ടെമ്പറേച്ചർ കാണിക്കുന്ന മെറ്റീരിയൽ സൂപ്പർ കണ്ടക്ടേഴ്സാണ്. സോ കമ്മിങ് ടു ദ ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ഓഫ് സെറ്റ് 2, നമ്മൾ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ദ റെസിപ്രോക്കൽ ലാറ്റിസ് ഓഫ് എ ഫേസ് സെൻറ്റേർഡ് ക്യൂബിക് ലാറ്റിസ് ഈസ്. റെസിപ്രോക്കൽ ലാറ്റിസിലെ FCCയെ നമ്മൾ എന്താണ് പറയുക? ഓപ്ഷൻസ് നോക്കുക. അതേപോലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റാലിക് ബോണ്ടിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? സോ കമ്മിങ് ടു ദ ആൻസർ, FCC എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ലാറ്റിസ് ഓഫ് FCC എന്ന് പറയുന്നത് VCC ആണ്. അതേപോലെ റെസിപ്രോക്കൽ ലാറ്റിസ് ഓഫ് BCC എന്ന് പറയുന്നത് FCC ആണ്. ജസ്റ്റ് അതുപോലെ റെസിപ്രോക്കൽ ലാറ്റിസ് നോക്കി വെക്കുക. സിമ്പിൾ ക്യൂബിക്കിൻ്റെ റെസിപ്രോക്കൽ ലാറ്റിസ് സിമ്പിൾ ക്യൂബിക് തന്നെയാണ്. അതേപോലെ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെറ്റാലിക് ബോണ്ടിങ് എന്ന് ചോദിച്ചാൽ ഫ്രീ ഇലക്ട്രോൺസ് ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരിക. ഫ്രീ ഇലക്ട്രോൺസ് ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരിക. അങ്ങനെ നമ്മൾ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിലെ 20 ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബാക്കിയുള്ള പോർഷൻസ് ഉടൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോയും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.